അപ്പോൾ ഗൈസ് നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡുവൽ ആപ്പ് എത്രയും പെട്ടെന്ന് എത്ര സിമ്പിളായിട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗൈസ് ഡുവൽ ആപ്പ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഡുവൽ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷനെ രണ്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് രണ്ട് വ്യത്യസ്ത അക്കൗണ്ടിലായിട്ട്. അപ്പോൾ പലർക്കും രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടാവും. അതിപ്പോൾ ഗെയിമിലായിക്കോട്ടെ, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഏതോ ആയിക്കോട്ടെ. ഇപ്പോൾ മെയിൻലി നമ്മൾ നോക്കുന്നത് പെസ്സിലാണ്. അപ്പോൾ ഗൈസ് ഈ ഫുട്ബോളിൽ രണ്ട് അക്കൗണ്ട് തുടങ്ങുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ ഒരു ഫോണിൽ തന്നെ രണ്ട് അക്കൗണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കിയേക്കാം. അപ്പോൾ ഗൈസ് ഇതിൽ നമുക്ക് വീഡിയോട്ട് പോകും മുന്നായിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോട്ട് പോയേക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ ഡുവൽ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഡുവൽ സ്പേസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ആക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് കാണാൻ സാധിക്കും ഓപ്പൺ ആക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നിങ്ങളത് പ്ലേ സ്റ്റോർ ഓൾറെഡി ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഫുട്ബോൾ ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഒരു ഇമെയിൽ ഐ ഡി ആയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതിലും പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടിയിലായിട്ടൊരു പ്ലസ് ഐക്കനായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊരു ആപ്ലിക്കേഷനോ ഡുവലായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് മൊത്തം ഇതിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതായാലും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഏതായാലും നിങ്ങൾ ഓർമ്മ വയ്ക്കണം, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ചെറിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മാക്സിമം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഏതെങ്കിലും കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം അക്കൗണ്ട് നിങ്ങൾക്ക് ഡുവൽ ആപ്പ് സ്പേസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ പ്ലസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ ആ ഒരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരെ ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്യുക. ഏകദേശം നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റോറിൽ എത്ര MB ആണോ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ആക്കുക അത്ര MB കൊടുത്ത് നമുക്ക് ഈ ഗെയിം ഡൗൺലോഡ് ആക്കണം. അപ്പോൾ ഇതിൽ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഡൗൺലോഡ് ആക്കുന്നുണ്ടില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡൗൺലോഡ് ആക്കിയ ശേഷം നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, അതിൽ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ക്രോമിൽ കൂടി പ്ലസ് നമുക്കിട്ട് നേരെ ഈ ഒരു ഭാഗത്താക്കിയിട്ട് ആഡ് ആക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സെക്കൻഡ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ക്രോം കൂടി ഒന്ന് ആഡ് ആക്കി വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ പ്രസ്സിങ്ങിലൊക്കെ ഒന്ന് വർക്ക് ആവുന്നുണ്ടോ നോക്കിയേക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രസ്സിങ്ങിലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഫുട്ബോൾ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ലോഗിൻ ചെയ്യുന്നത് വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സമ്പത്തിൽ കൊടുക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ ക്രോമിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ നമ്മുടെ ഒരു ഡുവൽ ആപ്പിൽ നിങ്ങൾ ക്രോം മൾട്ടിപ്പിൾ അക്കൗണ്ട് പറയുന്ന ആ ഒരു ക്രോം വഴിയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടും കാര്യമൊക്കെ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ കഴിച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡുവൽ ആപ്പ് കറക്റ്റായിട്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഴിച്ചാൽ നമുക്ക് ഞാൻ മറ്റൊരു കിടിലം വീഡിയോയിലോട്ട് കാണാൻ കഴിച്ചു. അതുവരെയും ഗുഡ് ബൈ.